എല്ലാം തട്ടിപ്പാണ്, സകലതും തട്ടിപ്പാണ്. ലക്ഷക്കണക്കിന് വോട്ട് ചേർത്ത് തൃശൂർ പണ്ട് ഇങ്ങെടുക്കും എന്ന് പറഞ്ഞപ്പോ എടുക്കും എന്നതിന് നേരെ മുന്നിൽ കട്ട് എന്ന് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ തൃശൂർ വെറും എടുക്കലല്ല, തൃശൂർ കട്ടെടുത്ത കള്ളനാണ് ഈ ഗോപി. കട്ടെടുത്ത കള്ളൻ. ഇയാൾ എന്തൊക്കെയാ പല ഘട്ടങ്ങളിലും പുലമ്പിയത്. ഇയാൾ സാധാരണ ജനങ്ങളെ എങ്ങനെയാ കാണുന്നത്? ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ടാണോ ഇയാൾ പലപ്പോഴും പെരുമാറുന്നത്? ഇയാൾ ധരിക്കുന്നത് ഇയാൾ ഇപ്പോഴും തിരുവിതാംകൂറിലെയോ കൊച്ചിയിലെയോ മലബാറിലെയോ ഏതോ ഒരു രാജാവിനെ പോലെയാണ്, നാട്ടുരാജാവിനെ പോലെയാണ്. വരവും പോക്കും വർത്തമാനവുമെല്ലാം. നാണമില്ലാതെ ഇയാൾ പറയുന്നു എന്റെ പ്രജകൾ എന്ന്. എടോ ഗോപി, ജനാധിപത്യം വന്നിട്ട് കാലം കുറയായടോ. രാജഭരണം അവസാനിച്ചിട്ട് കാലം കുറയായി. അതുകൊണ്ട് കേരളത്തിൽ കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടി ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ സ്വാധീനിച്ചിട്ട്, ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചിട്ട്, ആളുകളെ ഇഡിയെ വിട്ട് ഭയപ്പെടുത്തിയിട്ട് ഒരു തവണ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ കള്ളവോട്ടും ഈ തട്ടിപ്പും വെട്ടിപ്പുമെല്ലാം കേരളത്തിലെ പ്രബുദ്ധരായ ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി ഗോപി ഈ നാട്ടിൽ മത്സരിച്ചാൽ നിലം തൊടില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിനേക്കാൾ വലിയ എന്തെല്ലാം കണ്ടിരിക്കുന്നു നമ്മൾ. ഇപ്പൊ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം വെച്ചപ്പോ ഒരുത്തന്റെ വക ഫേസ്ബുക്കിൽ ഒരു ഭീഷണിയാ. എടോ, ഇങ്ങനെയുള്ള ഭീഷണി കണ്ടാൽ ഈ മാർച്ചെല്ലാം നിർത്തിവെച്ചിട്ട് ഞങ്ങളില്ല എന്ന് പറയാൻ ഞങ്ങളൊന്നും RSSന്റെ ശാഖയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം പഠിച്ചവരല്ല.